ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ പുതിയ വീട് വെച്ച് മാറുമ്പോ പാവം മിനു നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ വാടക വീട്ടിൽ കഴിയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വന്ദനയുടെ മൗനം കാണുമ്പോ അറിയാം പ്രകാശേട്ടന്റെ മാറ്റമൊന്നും വന്ദനയ്ക്ക് വിശ്വാസം വന്നിട്ടില്ലാന്ന്. അങ്ങനെയൊന്നുമില്ല സുചിത്രടുത്തി. ഒരാൾക്ക് മാറ്റം വരാൻ കുറച്ചു സമയം മതിയല്ലോ. സുചിത്രടുത്തിയോടൊപ്പം താമസിക്കുന്ന ഒരാള് എന്നെ ഇങ്ങനെയൊക്കെ മാറേണ്ടതാ. ഈ മാറ്റം സത്യമാണെങ്കിൽ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ പ്രകാശേട്ടൻ ഈ മാറ്റത്തിൽ ജീവിച്ചാ മതി. വിനുവേട്ടൻ എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കി കൊടുക്കാനുള്ള പരിശ്രമത്തിലാ പ്രകാശേട്ടൻ. ഒരുപക്ഷെ വിനുവിനെയും മീനാക്ഷിയെയും ഈ വീട്ടിൽ നടിച്ചിറക്കിയതിന്റെ കുറ്റബോധം കൊണ്ടായിരിക്കും. എന്തൊക്കെയായാലും ആ പാവത്തിന് കയറിക്കിടക്കാൻ ഒരു കൂര ഉണ്ടാവുമല്ലോ. സുചിത്രടുത്തി, നിങ്ങൾക്കേ ഒരു വീടില്ല. അങ്ങനെയുള്ളപ്പോ വിനുവേട്ടനൊരു വീട് പണിഞ്ഞു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാ അത് വലിയ ബാധ്യതയാവും. ആ ബാധ്യതയൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് പ്രകാശേട്ടൻ ഉണ്ടാവൂ എന്നുള്ള സംശയമാണ് എനിക്ക്. എന്റെ കൂടെപ്പറപ്പായ പ്രകാശേട്ടൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെ സ്വന്തം ലാഭത്തിനല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നിത്യവൃത്തിക്ക് വകയില്ലാത്ത വിനുവേട്ടനെയും മീനാക്ഷിയെ സഹായിച്ചതുകൊണ്ട് പ്രകാശേട്ടന് സാമ്പത്തികമായി ഒന്നും കിട്ടാൻ പോകുന്നില്ല. മൊത്തത്തിലെ ഒരു കൺഫ്യൂഷനുണ്ട്. വന്ദന അല്ലേട്ടതി, ചിലപ്പോ എന്റെ ചിന്തകളുടെ പ്രശ്നമായിരിക്കും. അതിരാവിലെ ഒരാൾ ഉറക്കെണീക്കുന്നു, അന്ന് വരെ പോവാത്ത വിനുവേട്ടന്റെ വീട്ടിൽ പോകുന്നു, മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എനിക്കെന്തോ ഇതൊക്കെ അങ്ങോട്ട് ദഹിക്കുന്നില്ല. വന്ദന, അപ്പൊ നീ പറഞ്ഞു വരുന്നത്? സുചിത്രടുത്തി, ഇത് ജഗനുള്ള ഫോണാ, ഞാനൊന്ന് കൊടുത്തിട്ട് വരാം. പിന്നെ എല്ലയുടെ കഴിക്കുന്ന കാര്യം മറക്കണ്ട. പ്രകാശേട്ടൻ എന്താ ഇത്ര വൈകിയത്? വിളിച്ചിട്ട് ഫോണും എടുത്തില്ലല്ലോ. ഒക്കെ പറയാം. ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ആഹാരം എടുത്തു വെക്കേ. പ്രകാശേട്ടൻ മേല് കഴുകി ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. അമ്മേ, പ്രകാശേട്ടൻ വന്നു. അമ്മ പോയി കിടന്നോളൂ. അടുക്കളയിൽ കുറച്ചു പാത്രം കൂടി കഴുകാനുണ്ട്, അതുകൂടെ കഴുകിയിട്ട് ഞാൻ കിടന്നോളാം. വേണ്ടമ്മേ, അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ചെയ്താലും ഞാൻ ചെയ്താലും ഒരുപോലല്ലേ സുചിത്രേ. മോള് പ്രകാശിന് ആഹാരം കൊടുക്ക്, ഞാൻ പാത്രം കഴുകാം. സുചിത്രേ, ഇന്ന് വിനുവിന്റെ കാര്യത്തിനായിട്ട് ഒത്തിരി അലഞ്ഞു. ഈ ബാങ്ക് ലോണൊന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത്ര എളുപ്പത്തിൽ നടക്കുന്നു തോന്നില്ല. ഒരു 100 രൂപ ലോൺ തരണമെങ്കിലേ 400 രൂപയുടെ ഈട് വയ്ക്കണം. ഒരു ഇൻകം പ്രൂഫ് കൊടുക്കാൻ വിനുവിന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഒരു മാർഗം അടഞ്ഞാല് മറ്റൊരു മാർഗം നോക്കും. കുറച്ച് റിസ്ക് എടുത്താലേ കാര്യം നടക്കൂ. ലോണിനായിട്ട് ഞാൻ ഇന്ന് കയറി ഇറങ്ങിയതേ 9 ബാങ്കുകളിലാണ്. വിനുവിനാണെങ്കിൽ ഇപ്പൊ ഉണ്ടായിരുന്ന വരുമാനം കൂടി നിലച്ചു. വരട്ടെ, എല്ലാം ശരിയാക്കാം. വിനുവിന്റെ പേരിൽ ലോൺ കിട്ടിയില്ലെങ്കിൽ
എന്റെ പേരിൽ ഞാൻ ലോൺ എടുത്ത് കൊടുക്കും. പ്രകാശേട്ടാ, വിനുവേട്ടനെ സഹായിക്കുന്നതൊക്കെ നല്ല കാര്യോ, അതിനുള്ള പുണ്യവും കിട്ടും. പക്ഷേ എന്ത് പക്ഷേ? പ്രകാശേട്ടാ, നമ്മൾ ഒരു വീട് വെച്ച് അതിന്റെ പണി പൂർത്തിയായി വരുന്നതല്ലേ ഉള്ളൂ. അതിന്റെ ബാധ്യതകൾ തീരുന്നതിന് മുമ്പ് വീണ്ടും ബാധ്യതകൾ വരുത്തിവെക്കുന്നത് ബുദ്ധിയല്ല. ഗോകുല് വളരുംതോറും അവന്റെ പഠിത്തത്തിനും മറ്റുമായിട്ട് ഒരുപാട് പണം വേണ്ടിവരും. സുമിത്രേ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എന്നാലും ഞാൻ കാരണ വിനു മീനാക്ഷിൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ല, ഞാൻ ഇറക്കി വിട്ടതാ. നമ്മൾ പുതിയ വീട് വെച്ച് മാറുമ്പോ പാവം വിനു നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ വാടക വീട്ടിൽ കഴിയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ വിനുവിനെയും മീനാക്ഷിയും ഒത്തിരി നോവിച്ചവനാ. പക്ഷെ അവരെ പട്ടിണിക്കിട്ടിട്ട് നമുക്ക് മണിമാളികയിൽ കഴിയണ്ട. അങ്ങനെ കിടന്നാല് ഉറക്കം വരില്ല ഈ പ്രകാശന്. കൂടെ പറപ്പാവാനേ സ്വന്തം ചോര തന്നെ ആവണ്ട. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മിണ്ടാപ്രാണിയാ വിനു. കണ്ണുണ്ടായിട്ടും ഞാൻ കാണാതെ പോയ എന്റെ കൂടപ്പുറപ്പിനെ ഇനിയെങ്കിലും എനിക്ക് സ്നേഹിക്കണം. സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും ഒപ്പം നിൽക്കണം. വിനുവിന് വേണ്ടി എന്തു നഷ്ടം സഹിക്കേണ്ടി വന്നാലും ഞാൻ. പ്രകാശേട്ടാ, കഴിച്ചില്ലല്ലോ. മതി, വിശപ്പടങ്ങി. സുമിത്രേ, ഒരു വീട്ടിലേക്ക് വേണ്ട പച്ചക്കറിയുടെയും പലവ്യഞ്ജനത്തിന്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. പ്രകാശേട്ടാ, നാളെ ഇതെല്ലാം വാങ്ങി വിനുവിന്റെ വീട്ടിലെത്തിക്കാനുള്ളതാ. അവന് പട്ടിണി കിടന്നാലും ആരോടും യാചിക്കാൻ അറിയില്ലല്ലോ. ഹലോ, ആ സാറേ, ഞാനേ ഒത്തിരി പ്രാവശ്യം വിളിച്ചിരുന്നു. മാനത്തെ കൊട്ടാ